ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ മീൻ കറിയാണ്, ചെമ്പല്ലിക്കറി. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. എനിക്ക് പോലും മീൻ കറി ഒരു പൊടിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. ഇത് കണ്ടതിന് ശേഷമാണ് ഇത്രയും എളുപ്പമാണെന്ന് മനസ്സിലായത്. ശരിക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറി തന്നെയായിരുന്നു അത്. അതിനുവേണ്ടി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ കുടംപുളിയാണ് പറഞ്ഞത്, ഇവിടെ സാദാ പുളിയാണ് എടുത്തത്, കറിവേപ്പില, ഫ്രഷായ ചെമ്പല്ലിയും കടുവും എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയും അല്പം സവാളയും ഇട്ട് നന്നായി വഴറ്റുന്നുണ്ട്. ശേഷം അല്പം ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നന്നായി വഴറ്റി ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റാം. ഉള്ളി കുറച്ചായതിനു ശേഷം നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചിട്ട് ചേർക്കാം. ഇത് ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന കറിയാണ്, അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ കറിയുമാണ്. ശേഷം കുറച്ച് തക്കാളിയും ഇട്ട് നന്നായി വഴറ്റുന്നുണ്ട്. ഒരു 2 പച്ചമുളകും ഇട്ട് ഒന്നും കൂടി വഴറ്റാം. ഇവിടെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. സാധാരണ രീതിയിൽ ഫിഷ് മസാല അതുപോലെ ഗരം മസാല ഒക്കെ ഇടുന്നുണ്ട്. ഇതിൽ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഫിഷ് മസാല ഇല്ലായിട്ടാണ് ഇടയിന്. അതുപോലെ ഫിഷും പുളിവെള്ളം എടുത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. പുളിവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നോക്കണം. കുടംപുളിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ കുടംപുളി ഇല്ലായിട്ടാണ് ഈ പുളി ഇട്ടത്. പുളി ഒഴിച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായി തിളക്കാൻ വേണ്ടി കാത്തു നിൽക്കാം. നന്നായി തിളക്കുന്നത് കാണുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഫ്രഷായ ചെമ്പല്ലി ഇടുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെമ്പല്ലി യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഏത് ഫിഷും ഇതുപോലെ തന്നെ ഇടാം. ഫിഷ് ഓരോന്നായി ഇടിയാണ്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ ഫിഷും ഇട്ടതിന് ശേഷം നന്നായി തിള വരാൻ കാത്തു നിൽക്കണം. തിള വന്നതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഫിഷ് വേഗം തന്നെ വേവുന്നൊരു സംഭവമാണ്. ഫിഷ് വെന്തെന്ന് പറയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇടിയാണ്ട് ശ്രദ്ധിക്കാൻ നോക്കണം. ഇത്രയും നമ്മൾ ഫിഷ് കറി മെയിനായിട്ടുള്ളൂ. അതിനൊരു താളിപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിന് ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും കടുവും അതുപോലെ തന്നെ കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് നമ്മളെ കറിയിലേക്ക് അങ്ങനെ തന്നെ മിക്സ് ചെയ്യാം. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് മീൻ കറിയാണിത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫിഷ് കറിയുടെ സ്മെല്ലും കൂടി ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഫിഷ് കറി കൂട്ടാത്തവർ വരെ കൂട്ടിപ്പോകും. ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും ഒരു റെസിപ്പി വരുന്നത് വരേക്കും ബൈ.